ഇവർ വേദരാൽ സീരിയലിന്റെ 48ാമത്തെ എപ്പിസോഡാണ്. ഭൂമി വന്ന് അവിടുത്തെ മകളാണെന്ന് പറയണേ. അവസാനമായിട്ട് ബാക്കിലെ ആ മറുകും കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നത് മുത്തശ്ശിക്ക് ഭവാനിയുടെ ദേഷ്യവും. ഭൂമി പറയും, എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഇനി എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. ആരും ഒന്നും പറയാതെ നിൽക്കുമ്പോൾ ഭൂമി തിരിച്ചു പോവും. സംഗീത പറയും, അമ്മേ എന്താ ഇത്, മോനെ വിളിക്കടാ നീ അവളെ. അങ്ങനെ ഭൂമി ഡോറിന്റെ അടുത്ത് എത്താനാവുമ്പോ മോളെ എന്ന് സത്യദാസ് ഉറക്കെ വിളിക്കുമ്പോ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട്. ഭവാനിക്കും മോൾക്കും ഒഴികെ. ഭൂമി എന്ന് വിളിച്ച് അടുത്തേക്ക് ചെല്ലും. 22 വർഷമായി എന്റെ മോള് വരുന്നു വിശ്വസിച്ചിരുന്നവനാ ഞാൻ. എന്റെ മോൾ, എന്റെ അഭിരാമി എന്ന് പറയുമ്പോ ഭൂമി അച്ഛനെ കെട്ടിപ്പിടിക്കും. വാ മോളെ വാ എന്ന് പറഞ്ഞ ഭൂമിനെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോവാ. അമ്മേ ഇതാ നമ്മുടെ അഭിരാമി. ഭൂമി വേഗം മുത്തശ്ശിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കും. മാധവൻ പറയും, അമ്മേ നമ്മുടെ അഭിരാമി എന്തായാലും തിരിച്ചു വന്നോ, നമുക്കിതൊരു ആഘോഷാക്കണം. അങ്ങനെ സംഗീതനെയും അനുപമേനെയും ഒക്കെ കെട്ടിപ്പിടിക്കും. അനുപമ പറയും, എന്നെ ഓർമ്മയുണ്ടോ, നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നു. അങ്ങനെ എല്ലാരും സന്തോഷത്തിൽ നിൽക്കുമ്പോ ഭവാനി പറയും, നിങ്ങൾ എല്ലാവരെയും ഇവൾ കബളിപ്പിക്കാം, ഇവളെ വിശ്വസിക്കരുത്, ഇത് ചതിയാണമ്മേ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ എന്ന് പറയുമ്പോഴേക്കും ഡി എന്ന് വിളിച്ചുകൊണ്ട് സത്യദാസെ ഭവാനിയെ പിടിച്ച് തല്ലും. ഇവളെ പിടിച്ച് പുറത്ത് കളയടാ എന്ന് മുത്തശ്ശി പറയുമ്പോ ഇവിടെ വാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് സത്യദാസ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ ഡോറങ്ങ് അടയ്ക്കും. തുറക്കമ്മേ വാതിലേ, അമ്മ എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് ഭവാനി ആ വിൻഡോയിലും ഡോറിലൊക്കെ ഇങ്ങനെ തട്ടേട്ടോ. തുറക്കമ്മേ എന്ന് പറഞ്ഞ് ഞെട്ടി എണീക്കും. കാരണം ഇതെല്ലാം ഭവാനി കണ്ട വെറും സ്വപ്നം മാത്രമായിരുന്നു. ഭവാനി നന്നായി പേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്വപ്നം സംഭവിക്കും എനിക്കറിയാം. ഭൂമി അവൾ ഇവിടെ വരും. ഇന്നലെ രാത്രിയില് അവൾ എന്നെ കണ്ടിരുന്നു. അതാണ് അമ്മ പറഞ്ഞത്, നാളെ രാവിലെ തീരുമാനം ഉണ്ടാവുന്നു എന്നിങ്ങനെ പറഞ്ഞിരിക്കാട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമിയെ മൊബൈൽ ഷോപ്പിൽ ചെന്നിരിക്കുക. അപ്പൊ ആ കടയത്തെ ആള് പറയും, ഞാൻ സർവീസ് സെന്ററിലേക്ക് അയച്ചു, അവരും അത് മടക്കി, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. എന്താ ചെയ്യേണ്ടത്? ഭൂമി പറയും, അച്ഛന്റെ ഓർമ്മകളാ, എന്തേലും മാർഗമുണ്ടോ? ചെളിയൊക്കെ കയറിയതുകൊണ്ടായിരിക്കാം. വേറൊരു സൊല്യൂഷൻ ഇതൊന്ന് ഇളക്കി നോക്കാന്നുള്ളതാണ്. എന്തെങ്കിലും പാർട്ട് കംപ്ലൈന്റ് ആണെങ്കിൽ വേറെ ഏതെങ്കിലും പഴയ ഫോണിൽ എടുത്ത് വെക്കാം. ഭൂമി പറയും, ആ അത് മതി. അപ്പൊ തന്നെ അയാൾ പറയും, ഒന്നിനും ഗ്യാരണ്ടി ഇല്ല കേട്ടോ, ഇതൊരു അൺഒഫീഷ്യൽ പണിയാണ്, ഇതിലെ ഫോട്ടോസും വീഡിയോസും നഷ്ടപ്പെടാം. അപ്പൊ ഭൂമി പറയും, അച്ഛന്റെ ഫോണിൽ അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ അയാൾ പറയും, വിലപ്പെട്ട എന്തെങ്കിലും വീഡിയോ ഉണ്ടെന്ന് കരുതി പറഞ്ഞതാ. എന്നാ ശരി. അങ്ങനെ ഭൂമി അവിടെ നിന്ന് ഇറങ്ങാ. അങ്ങനെ ഭൂമി ആയിരുന്നു പോവാട്ടോ. ശേഷം പിന്നീട് അജയ് ഇങ്ങനെ നാനയുടെ ഓർമ്മകളിൽ നിൽക്കുമ്പോ അനുപമ അങ്ങോട്ട് വരും. സ്വന്തം പെങ്ങളോട് സംസാരിക്കാൻ ഇച്ചിരി സമയം ഉണ്ടാവോ? നീ പറ, കുറച്ച് ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ഓ ഉപദേശിക്കൂ സിസ്റ്റർ. അങ്ങനെ കല്യാണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് അനുപമ പറയുന്നത്. ഇതെല്ലാം അഞ്ജന കേൾക്കുന്നുണ്ട് കേട്ടോ. മാറി നിന്നിട്ട് പരസ്പരം മനസ്സിലാക്കലിലും ക്ഷമയിലും നിബന്ധനകളില്ലാത്ത ജീവിതത്തിലാണ് സ്നേഹമുള്ള വിവാഹ ജീവിതം എന്ന് വായിക്കുമ്പോ അജയ്ക്കും, ഇത് നിന്റെ സ്വന്തം കോട്ടിംഗ് ആണോ? ഇതെല്ലാം അനുപമ ഫോണിൽ നോക്കിയാട്ടോ വായിച്ചത്. അജയ് എന്നെ കുറിച്ച് എന്താ കരുതിയത്? എന്റെ തലച്ചോർന്ന് വന്ന തോട്ടായത്. അപ്പൊ തന്നെ അജയ് ഫോൺ വാങ്ങിക്കും. എന്നിട്ട് ചോദിക്കും, നിന്റെ തലച്ചോറ് എയുടെ കയ്യിലാണോ? അനുപമ ആകെ ചമ്മി പോവും. അജയ് പറയും, ഒരു കാര്യത്തിൽ നിന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, എയോട് മെസ്സേജ് ഇടാൻ നീ പഠിച്ചല്ലോ എന്ന് പറഞ്ഞ ഫോൺ കയ്യിൽ വെച്ചു കൊടുക്കുക. നിനക്ക് വേറെ എന്തെങ്കിലും പറയണ്ടോ? അഞ്ജനയെ നീ വിവാഹം കഴിക്കാൻ പോവല്ലേ? നിർമ്മല ഹൃദയ അവൾ. നിർമ്മലയുടെ ഹൃദയോ? അപ്പൊ അവളുടെ ഹൃദയം എവിടെ എന്ന് അജയ് ചോദിക്കുമ്പോ അനുപമ പറയും, ഞാൻ സീരിയസാ. അവളെ അജയ് തല്ലി. തല്ലി എന്തേ എന്ന് അജയ് ചോദിക്കാട്ടോ. ഒരു പോലീസ് ഓഫീസറായി അജയ്ക്ക് അറിയില്ലേ അത് കുറ്റകരമാണെന്ന്? അവൾ കേസ് കൊടുത്ത് അഴി എണ്ണേണ്ടി വരും. അജയ് പറയും, അവളോട് പോയി കേസ് കൊടുക്കാൻ പറ, ഞാൻ അഴി എണ്ണിക്കോളാം. എന്ന് വെച്ചാൽ ഇനിയും തല്ലുന്നാണോ? അതെ ഇനിയും തല്ലും. ഇത് കേൾക്കുന്ന അഞ്ജന പെട്ടെന്ന് അജയ് ഇങ്ങ് തിരിയുമ്പോൾ അഞ്ജന പേടിച്ചോടും. ആ ചുമറ്റിലേക്ക് ചാരി നിൽക്കുക. പക്ഷെ അജയ് കണ്ടില്ല കേട്ടോ. അഞ്ജന അനുവിന്റെ അടുത്ത് ചെല്ലുമ്പോ അനു പറയും, ഏറ്റില്ല, എന്തായാലും നീ സൂക്ഷിച്ചു നടന്നു. അടി എവിടുന്ന് അറിയില്ല, പോലീസുകാരന്റെ ഇടിയാ. അജയ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്ത എന്താ അറിയോ? പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടില് ഒരു ചായക്കടയുണ്ട്, അത് നടത്തുന്നത് ഭൂമിയാ. അനുക്കും ഭൂമിയും ചന്ദ്രനും ഒക്കെ ഇപ്പൊ കോഫി ഹൗസ് നടത്തുന്നുണ്ടോ? ഭൂമിജാന്ന് അവളുടെ പേര്. അനു പറയും, നല്ല ബ്യൂട്ടിഫുൾ നെയിം. ആ ചായക്കടക്കാരിയായിട്ട് അവൻ ഇഷ്ടത്തിലാ. അനുക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലവ്. അനു പറയും, മൈ ഗോഡ്, അതാണ് റിയൽ ലവ്. ഇതൊരു സെൻസേഷണൽ ന്യൂസ് ആവും. CI അജയ് ദരിദ്രയും ചായക്കടക്കാരിയുമായ ഭൂമിജയുമായി പ്രണയത്തെ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത വൈറലാവും. ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടത് തന്നെയാ എന്ന് പറഞ്ഞ് അനുപമ അവിടുന്ന് പോവും. അഞ്ജന അന്തം വിട്ടു. ഛേ എന്ന് പറഞ്ഞു നിൽക്കുക അഞ്ജന. അജയുടെ ഫ്രണ്ട് വക്കീലിന്റെ അടുത്ത് ഒരാള് വന്നിരിക്കാട്ടോ, ഒരു ക്ലയന്റ്. വിവാഹമോചനാണ്, അതും 6ാമത്തെ. ആ കേസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഭൂമി അങ്ങോട്ട് കയറി വരുന്നത്. വക്കീൽ അപ്പൊ തന്നെ ആ പോയ ആളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഭൂമിയോട് പറയും. വിവാഹ തട്ടിപ്പാ, പൈസയുള്ള ആണുങ്ങളെ പിടിക്കും, എന്നിട്ട് പെട്ടെന്ന് കല്യാണം കഴിച്ച് 6 മാസം ആകുമ്പോഴേക്കും സ്ത്രീ പീഡനം എന്ന് പറഞ്ഞിട്ട് മ്യൂച്വൽ ഡിവോഴ്സ് ആവും. അതിന്റെ ഇടയിൽ മാക്സിമം മുറ്റിയിട്ടുണ്ടാവും കേട്ടോ. ലക്ഷങ്ങളാണ് നഷ്ടപരിഹാരം ചോദിക്കുക. ഇപ്പൊ അവളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അവളെ തന്നെ കൊടുക്കാൻ നോക്കുകയാണ് ഞാൻ. അപ്പൊ ഭൂമി അറിയും, വക്കീല് കൊള്ളാലോ. ഭൂമി വന്ന കാര്യം ഭൂമി അറിയും, വക്കീൽ ഓഫീസിലേക്ക് എന്തിനാ വരുന്നത്?
അമ്മയുടെ കാര്യത്തിനാ അമ്മയെ രക്ഷിക്കാന്നുള്ളത് എന്റെ കൂടെ ആവശ്യമാണ്. ഞാൻ കേസ് പഠിച്ചു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാ. വാദിഭാഗത്ത് നിൽക്കേണ്ടയാളെ പ്രതിഭാഗത്ത്. വളരെ വിദഗ്ധമായി നടത്തിയൊരു കൊലപാതകം. സത്യസന്ധമായി പറഞ്ഞ എന്നെ പോലൊരു വക്കീലിന്റെ കയ്യില് ഈ കേസ് നിൽക്കില്ല. ഭൂമി വയ്ക്കും. പിന്നെന്താ മാർഗം? വക്കീല് പറയും ഏതെങ്കിലും സുപ്രീം കോടതി വക്കീല് വന്ന് കേസ് ഏറ്റെടുക്കണം. അവരെത്ര ചോദിക്കാ? അപ്പോ വക്കീല് പറയും അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റും അവരുടെ 5 സ്റ്റാർ ഹോട്ടലിലെ സ്റ്റേയും ഭക്ഷണവും. അങ്ങനെ കേസ് തീരുമ്പോഴേക്കും ഒരു 50 ലാഖ് ചോദിക്കും. ഭൂമി ആകെ ഞെട്ടും. അതൊക്കെ സ്വപ്നം കാണാൻ കൂടി കഴിയില്ല. നിരാശപ്പെടണ്ടോ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഭൂമി വല്ലാത്തൊരു സങ്കടത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പിന്നീട് സൗഭാഗ്യവൃത്താണ്. സത്യദാസ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും സംഗീത ഭക്ഷണം വിളമ്പാൻ വരട്ടെ. ഇനിയും കുടുംബാംഗങ്ങളില്ലേ? ഭവാനി ഉണ്ട്, അഞ്ജനയുണ്ട്, അജയ് ഉണ്ട്. അല്ല, ഭവാനി എത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ. ഇനി ഇന്നലെ രാത്രിയില് അവള് വന്നപ്പോ ഒരു സസ്പെൻസ് ഇട്ട് സംസാരിച്ചത് അവൾക്ക് എന്തെങ്കിലും വിധത്തിൽ സംശയം തോന്നിയോ? അജയുടെ അച്ഛൻ പറയും എനിക്കും തോന്നി. നമ്മുടെ തീരുമാനം ഭവാനിക്കെതിരെയാകുമെന്ന് കരുതിയിട്ടുണ്ടാവും. സത്യദാസൻ പറയും അതെ, അതായിരിക്കണം ബ്രേക്ക്ഫാസ്റ്റിന് വരാൻ ഒരു മടിയുള്ളത്. അനുവയ്ക്കും ഞാൻ അന്വേഷിക്കണോ മുത്തശ്ശി? സൗഭാഗ്യ മുത്തശ്ശി പറയും വേണ്ട വേണ്ട, നീ അന്വേഷിച്ച് കൊളാക്കണ്ട. അവരെ പോയി വിളിച്ചോണ്ട് വന്നാ മതി. അല്ല, അവരെ ഉപദേശിക്കണോ? ഇല്ലെങ്കിൽ അച്ഛൻ പോകുന്നത് നല്ലത്. മാധവനും സംഗീതയും പരസ്പരം നോക്കുക. ഡി പോയി വിളിച്ചിട്ട് വാടി. അങ്ങനെ അനു അവിടുന്ന് വിളിക്കാൻ പോവും. സത്യദാസ് പറയും അമ്മയോട് ഒരു സസ്പെൻസ് ഇട്ട് സംസാരിക്കാൻ പറഞ്ഞത് ഞാനാ. ഭവാനിക്കും അഞ്ജനയ്ക്കും അനുകൂലമായിട്ടൊരു തീരുമാനമാണല്ലോ നമ്മൾ എടുത്തത്. അതല്ല, അവളെ അഞ്ജനയെ അജയ് വളരെ ഇൻസൾട്ട് ആയിട്ടാണ് പെരുമാറുന്നതും അതുപോലെ അവളോട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. മാധവൻ പറയും അവൻ അവളോട് സോറി പറയണം, അതാ തീരുമാനം. സംഗീത പറയും അവര് പരസ്പരം അറിഞ്ഞു ജീവിക്കേണ്ടവർ. അങ്ങനെ അനു വന്നിട്ട് പറയും ഭവാനി അമ്മായെയും അഞ്ജനയെയും കാണുന്നില്ല. എല്ലാവരും ഞെട്ടും. കാണുന്നില്ലെന്നോ? നീ അവിടെ എവിടെയെങ്കിലും പോയി നോക്കിയേ. മാധവ, സംഗീതേ, ഒന്ന് പോയി നോക്ക്. അവര് പോകുമ്പോ സത്യദാസും അനുപമയും തിരഞ്ഞാൻ പോകുന്നുണ്ട്. അങ്ങനെ 4 പേരും 4 ഭാഗങ്ങളിലായിട്ട് തിരയട്ടോ. എവിടെയും കാണുന്നില്ല. സംഗീത പറയും ഇവിടെ എവിടെയും കാണുന്നില്ല മാധവേട്ടാ. സത്യദാസെ അനുവിനോടേക്കും അഞ്ജന എവിടേക്കെങ്കിലും യാത്ര പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. യാത്ര പോവാണെങ്കിൽ പറഞ്ഞിട്ട് പോണ്ടേ? അപ്പൊ സത്യദാസ് പറയും ഇനിയും എല്ലാം നിർമ്മാല്യം തൊഴാനാണെങ്കിൽ നേരത്തെ പോണ്ടേ? അനു പറയും അഞ്ജനയോ അമ്പലത്തിൽ പോവാനോ? ദേവി മുറി ചെന്ന് വിളിച്ചാലും അവൾ എണീക്കില്ല. സംഗീതയും മാധവനും മുകൾ ഭാഗത്ത് മൊത്തം തിരയുന്നുണ്ട് അവരെ പേര് വിളിച്ചുകൊണ്ട്. താഴത്ത് സത്യദാസും അനുപമയും. അങ്ങനെ എവിടെ തിരഞ്ഞിട്ടും അവരെ കാണുന്നില്ല കേട്ടോ. അജയ് വന്നിട്ട് എന്തു പറ്റി മുത്തശ്ശി? മുത്തശ്ശി പറയും ഭവാനിയെയും അഞ്ജനയെയും കാണുന്നില്ല. കാണുന്നില്ലെന്നോ? മുത്തശ്ശി പറയും അതെ. അപ്പോഴേക്ക് സത്യദാസ് അങ്ങോട്ട് വരുമ്പോ എന്തായടാ? സത്യദാസ് പറയും എന്താവാൻ, എവിടെയില്ല. അപ്പോഴേക്കും സംഗീതയും മാധവനും ഭവനിയുടെ റൂമിൽ കയറി പരിശോധിക്കുക. ബാത്റൂമിന്റെ വാതിലൊക്കെ തുറന്നു നോക്കും. അവിടെ ഒന്നുമില്ല. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോ മാധവൻ അവിടെ ഒരു ലെറ്റർ കാണുക. അങ്ങനെ മാധവനും സംഗീതയും അതെടുത്ത് വായിച്ച് ഞെട്ടിപ്പോവും. താഴെ ഇതേ സമയം അജയ് പറയും അവര് പുറത്തേക്ക് എങ്ങാനും പോയതായിരിക്കും, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും അമ്മേ എന്ന് വിളിച്ച് മാധവൻ ആ ലെറ്ററുമായിട്ട് അങ്ങോട്ട് വരും. ഭവാനിയുടെ റൂമിൽ നിന്ന് കിട്ടിയതാ. കത്തോ? വായിക്കി എന്ന് പറഞ്ഞ് സത്യദാസിന്റെ കൊടുക്കും. ഞാനും എന്റെ മകളും പോകുന്നു. ഈ വീട്ടിൽ പീഡനം മാത്രമാണ്. ആർക്കും ഞങ്ങളോട് ഒരു സ്നേഹമില്ല. ഞങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല. തെരുവിൽ നിന്ന് വന്നവരാണല്ലോ. ശല്യാവുന്നില്ല, ഒഴിഞ്ഞു പോകുന്നു. ഇത് വായിക്കുമ്പോ എല്ലാരും ഞെട്ടും. മുത്തശ്ശി പറയും എന്തൊക്കെയാ ഈ ഭവാനി എഴുതി വെച്ച് പോയിരിക്കുന്നത്? അവർക്ക് ഈ വീട്ടിൽ അവകാശമില്ലെന്നോ? പീഡനോ ഇവിടെ? ഭവാനി എന്റെ ഇളയ മകന്റെ ഭാര്യ, അഞ്ജന പേരക്കുട്ടിയോ. അധികാരം അവകാശമുണ്ട്. സത്യ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിച്ച് മടക്കി കൊണ്ടുവരണം. ശരിയമ്മേ. മുത്തശ്ശി അപ്പൊ അജയോട് പറയും അജയ് നീ എല്ലാത്തിനും കാരണം. നിന്റെ അവഗണന സഹിക്കാൻ വയ്യാതെയാ ആ കൊച്ചമ്മയെ കൂട്ടിക്കൊണ്ടു പോയത്. ഇതിന്റെ പരിഹാരം നീ തന്നെ കണ്ടെത്തണം. അജയ് ആകെ ഞെട്ടിപ്പോവും. ഒന്നും പറയാൻ പറ്റുന്നില്ല. അവിടുന്ന് മിണ്ടാതെ പോകും. മുത്തശ്ശി ആകെ ടെൻഷനില് അവിടെ വന്നിരിക്കുമ്പോ സത്യദാസ് പറയും അമ്മ ടെൻഷനാവതേ, നമുക്ക് കണ്ടുപിടിക്കാം. സംഗീതേ ആ പ്രഷറിന്റെ മരുന്നെടുക്ക്. ഇതപ്പൊ കൊണ്ടുവരാമേ എന്ന് പറഞ്ഞ സംഗീതം എടുക്കാനായി പോകും. അങ്ങനെ ആകെ ഒരു വിഷമത്തിലാട്ടോ മുത്തശ്ശിയുടെ. പിന്നീട് കാണിക്കുന്നത് വുമൺ സെൻട്രൽ ജയിലിലാട്ടോ. ഭൂമി അമ്മയെ കാണാൻ ബാഗിൽ എന്തൊക്കെയോ സാധനങ്ങളായി വന്നിരിക്കുക. ഇത് സന്ദർശന സമയമല്ല. അജയ് സാറ് വിളിച്ചു പറഞ്ഞോണ്ടാ. എന്താ ഈ കയ്യില്? അമ്മയ്ക്കുള്ള കുറച്ച് ഡ്രസ്സാ പിന്നെ ആഹാരവും. ദാ ഇങ്ങ് തന്നോളൂ, ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞ് ആ വനിതാ പോലീസ് അത് വാങ്ങിക്കും. ഇവിടെ നിൽക്കൂ, ഞാൻ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അങ്ങനെ നിൽക്കുമ്പോണ്ടാവും അംബിക അങ്ങോട്ട് വരുന്നേ. ഭൂമി വല്ലാതെ സങ്കടത്തിൽ നോക്കുക. അമ്മയെ കാണുന്നതും ഭൂമി സങ്കടത്തിൽ കരയാൻ തുടങ്ങും. രണ്ടുപേർക്കും ഒന്ന് തൊടാൻ കൂടെ പറ്റുന്നില്ല. വിരലുകൾ കൊണ്ട് അവര് പരസ്പരം കെട്ടിപ്പിടിക്കാനേ. അയ്യേ, എന്താ അമ്മയുടെ മോളെന്തിനെ സങ്കടപ്പെടുന്നത്? അമ്മയെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടണ്ട. അതിനെനിക്ക് കഴിയും അമ്മേ. എന്താ കഴിയാത്തത്? വലിയ ആത്മധൈര്യമുള്ള ആളല്ലേ. ഇവിടെ നോക്കിക്കേ, ഇപ്പഴും അതൊക്കെ കാണിക്കേണ്ടത്. അല്ലാതെ അമ്മ ആലോചിച്ചിരുന്ന എന്റെ കുട്ടിയുടെ ജീവിതം ഇല്ലാതായി പോവും. ഇതെന്ത് കോലായത്? സമയത്തും കാലത്തും ഒന്നും കഴിക്കുന്നില്ല അല്ലേ നീ? ഓടിച്ചാടി തമാശ പറഞ്ഞു നടന്ന പെണ്ണാണോ അപ്പൊ ഇത്? അപ്പൊ ഭൂമിക്ക് അറിഞ്ഞിട്ട് പറയും തമാശയെല്ലാം അച്ഛനോടായിരുന്നില്ലേ? എങ്കിലും ഞാൻ ശ്രമിക്കുന്നുണ്ട്, പഴയതുപോലെ ആയില്ലെങ്കിലും ഒന്ന് ഫ്രഷ് ആവാൻ. കോഫി ഹൗസ് ഒക്കെ എങ്ങനെ? ലക്ഷ്മിയോ? ഭൂമി അറിയും എല്ലാം നന്നായി പോകുന്നു. ലക്ഷ്മി ചേച്ചി കൂടെ ഉണ്ട്. അവളെന്റെ മോൾക്ക് കൂട്ടുകിടക്കാൻ വരുന്നില്ലേ? വേണ്ടെന്ന് പറഞ്ഞു.
എനിക്കവിടെ എൻ്റെ അച്ഛൻ കൂട്ടിനുണ്ടല്ലോ. അങ്ങനെ ആകെ സങ്കടത്തിൽ അവരിങ്ങനെ കരഞ്ഞു നിൽക്കുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്